അഡ്വക്കേറ്റ് വീരാൻകുട്ടി, ഈ ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് മൈനോറിറ്റി കമ്മീഷൻ എന്ന് പറയുന്നത്. ന്യൂനപക്ഷ കമ്മീഷൻ ഒരു നിലപാട് അല്ലെങ്കിൽ അന്വേഷണം നടത്തി അവിടെ പോയി പ്രാഥമികമായ തെളിവെടുപ്പ് നടത്തി ചില കാര്യങ്ങൾ സർക്കാരിന് മുമ്പാകെ അറിയിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ അറിയിക്കുന്നു. അതിന് അർഹിക്കുന്ന രീതിയിലുള്ളൊരു പരിഗണന ലഭിക്കേണ്ടതില്ലേ? അത് ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നുണ്ടായതുപോലുള്ളൊരു വിവാദം അത് ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഞങ്ങൾ മെനിയാന്ന് പോയി വന്നു, ടെലിഫോണിലൂടെ ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചു, സത്യാവസ്ഥകൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അദ്ദേഹം കൂടുതൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ ആരും വളച്ചൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും വലിയ മതേതരവാദിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോയി ഓർഫനേജ് നടത്തുന്നത് ഉപകാരപ്രദമായിരിക്കും. ഇവിടെ ഓർഫനേജ് നടത്തണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അത് തടഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ വളച്ചൊടിക്കേണ്ട ആവശ്യവുമില്ല. റൈറ്റ്, മടങ്ങിയെത്താം CM കുഞ്ഞു മുഹമ്മദിലേക്ക്. ശ്രീ കുഞ്ഞു മുഹമ്മദ്, ഇവിടെ പ്രധാനമായും ആരോപിക്കപ്പെടുന്നത് പോലീസ് മുൻവിധിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്നു എന്നാണ്. നമുക്ക് ഏതാനും മാസം മുമ്പുണ്ടായ ഒരു ആരോപണത്തിലേക്ക് പോയാൽ, മാതാ അമൃതാനന്ദമയി മഠത്തിനെതിരെ ഒരു ആരോപണമുണ്ടായപ്പോൾ പ്രഥമ ദൃഷ്ട്യ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ഒരു കേസെടുക്കാൻ പാകത്തിലുള്ള സാഹചര്യം നിലവിലില്ല എന്ന് പോലീസ് സർക്കാരിനെ അറിയിച്ചു. കേസെടുക്കേണ്ട എന്ന് തീരുമാനിച്ചു. ഇവിടെ കുറച്ച് കുട്ടികളെ കൊണ്ടുവരുന്നു, അവർക്ക് രേഖകൾ ഉണ്ടോ ഇല്ലയോ, അത്തരം പരിശോധനകൾ നടത്തി അവിടെ നിന്ന് ജാർഖണ്ഡിൽ നിന്ന് അവരുടെ രക്ഷിതാക്കളുമായി സംസാരിച്ച് രേഖകളുടെ അടിസ്ഥാനത്തിലാണോ അതോ ഏതെങ്കിലും വിധത്തിലുള്ള ചൂഷണത്തിനു വേണ്ടിയാണോ ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊരു പ്രാഥമികമായ പരിശോധന നടത്തി അതിനുശേഷം കേസെടുക്കുകയായിരുന്നില്ലേ കുറെ കൂടി ഉചിതമായ മാർഗം? അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴുണ്ടായതുപോലുള്ള ഒരു അന്തരീക്ഷം അത് ഉണ്ടാകുമായിരുന്നില്ല. ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇത് സെക്ഷൻ 370 അമെൻഡ്മെൻറ്റ് 2013 വന്ന അമെൻഡ്മെൻറ്റ് ഉപയോഗിച്ചാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 370 എന്ന് പറയുന്ന വകുപ്പ് തന്നെ സ്ലേവറി, അടിമക്കച്ചവടത്തിന് വേണ്ടി ആളുകളെ കടത്തിക്കൊണ്ടുവരുന്നതിനാണ് 370 വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ അടിമപ്രവർത്തനത്തിനല്ല കൊണ്ടുവന്നിരിക്കുന്നത്. പട്ടിണി കിടന്ന് പട്ടിണിയും പരവേശവുമായി നടക്കുന്ന കുട്ടികളെ കൊണ്ടുവന്ന് ഒരു നേരം ആഹാരം കൊടുക്കുക, അല്ലെങ്കിൽ യത്തീമായി ജീവിക്കുക, അതല്ലെങ്കിൽ സക്കാത്തും സദക്കയും ആഹാരം കൊടുക്കുക എന്ന് പറയുന്ന ഒരു പുണ്യകർമ്മമായി കൂട്ടുത്തരവാദിത്വത്തോട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനാഥകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്. അനാഥ സംരക്ഷണം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം മൗലികമായിട്ടുള്ള ഒരു നന്മയുടെ പ്രതീകമാണ്. അങ്ങനെയുള്ള കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് അടിമപ്പണിക്കാണ്ട് അടിമകളെ കടത്തി വിട്ടുകൊണ്ടുവന്നിരിക്കുന്നു എന്നാണ്. 370 വകുപ്പ് സ്ലേവറിക്കെതിരെയുള്ള വകുപ്പാണ്. മറ്റൊന്ന്, ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യം. എനി സിറ്റിസൺ ക്യാൻ മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് നിയമപരമായി യാത്ര ചെയ്യാനുള്ള അവകാശം ഭരണഘടനയുടെ മൗലിക തത്വങ്ങളിൽ അനുവദിച്ചിട്ടുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഈ കുട്ടികളെ കൊണ്ടുവന്നത് മനുഷ്യക്കടത്തിനാണെന്നും സ്ലേവറിക്കാണെന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പരാമർശം തികച്ചും നിയമപരമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കൂടുതലായിട്ട് ഈ ബെയ്ജിങ് റൂൾസ് എന്ന് പറയുന്ന റൂളുകൾ, ബെയ്ജിങ്ങിലുണ്ടായ UNOയുടെ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് പ്രത്യേകമായ അവകാശം, കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക നിയമവും കുട്ടികൾക്കെതിരെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് സാധാരണ നിയമവുമാണ് ബാധകമാക്കി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്ന ആ ആക്ടിൻ്റെ പെർവ്യൂവിൽ വരുന്ന കാര്യങ്ങൾ ഒരു ജുവനൈൽ 18 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ചെയ്താൽ അതിന് പ്രത്യേക സംരക്ഷണവും പ്രത്യേക നടപടിക്രമങ്ങളും പ്രത്യേക നോഡൽ ഓഫീസർമാരുമുണ്ട്. അത് സർക്കുലർ 13/2001 എന്ന് പറയുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറക്കിയിരിക്കുന്ന സർക്കുലർ അനുസരിച്ച് അത് ആ കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ എങ്ങനെ കാര്യം ചെയ്യണം, നോഡൽ ഓഫീസർ ആരാണ്, നോഡൽ ഓഫീസറായിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഒരു സ്പെഷ്യൽ SP ഉണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും
അവരുടെ ഡെസിഗ്നേഷൻ തന്നെ പ്രത്യേകമാണ്. അതെല്ലാം ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സെക്ഷൻ 370 എന്ന് പറയുന്നത് ആരുടെയോ ഭാവനയിൽ കണ്ട ഒരു സ്ഥിതിവിശേഷമായിട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അവരെ കൊണ്ടുവന്നത് സ്ലേവറിക്കല്ല. ദയവായി ക്ഷമിക്കുക ഇടപെടുന്നുകൊണ്ട് കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നോഡൽ ഓഫീസർ ഇപ്പോൾ നടത്തുന്ന അന്വേഷണം അത് കുട്ടികൾ ചെയ്ത ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ളതല്ല, കുട്ടികളെ ചൂഷണത്തിന് വേണ്ടി കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന ആരോപണത്തെക്കുറിച്ചുള്ളതാണ്. അതിൻ്റെ നിയമപരമായ സാധുത അത് എത്രത്തോളമാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ 370 വകുപ്പിൻ്റെ അഡീഷണൽ അമെൻമെൻ്റാണ് 2013 വന്നിരിക്കുന്നത്. ആ 2013 വന്നിരിക്കുന്ന അമെൻമെൻറ്റ് തന്നെ മെയിൻ പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. മെയിൻ പ്രൊവിഷൻ എന്ന് പറയുന്നത് സ്ലേവറിക്കെതിരായിട്ടുള്ളതാണ്. പഴയ കാലത്ത് 1861 ഇന്ത്യൻ പീനൽ കോഡ് മെക്കോളി എഴുതി വെച്ച ആ വകുപ്പിനകത്ത് 370 എന്ന് പറയുന്നത് സ്ലേവറിക്കെതിരെ ഉള്ളതാണ്. അതിൻ്റെ ഒരു അമെൻഡ്മെൻറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് രണ്ടും കോടതി തീരുമാനിക്കേണ്ട ഒരു വ്യാഖ്യാനമാണ്. ഇത് നിലനിൽക്കത്തക്കതാണോ? ഇത് ഈ പറയുന്ന കൊച്ചു കുട്ടികളെ നിരാലംബരായ കുട്ടികളെ കൊണ്ടുവന്ന് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് സ്ലേവറിയാണ് എന്ന് പറയാനുള്ള ധൈര്യമൊന്നും നമ്മുടെ പോലീസിന് ഉണ്ടാകാൻ പാടില്ലാത്തതെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അനാഥരായ കുട്ടികളെ കൊണ്ടുവന്ന് സംരക്ഷിച്ച് വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകുന്ന രീതി നിലനിൽക്കുന്നുണ്ട്. പല അനാഥാലയങ്ങളിലും പല സ്ഥാപനങ്ങളിലും അത്തരം സംവിധാനം ഉണ്ട്, നടക്കുന്നതാണ്. ഇതൊക്കെ അറിയാവുന്നതാണ് കേരളീയ സമൂഹത്തിന്, കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക്, കേരളത്തിലെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും. എന്നിട്ടും ഇത്തരമൊരു സംഭവമുണ്ടായി. റെയിൽവേ പോലീസ് കുറേ കുട്ടികളെ പിടികൂടി. അവർക്ക് ചിലർക്ക് ടിക്കറ്റില്ലായിരുന്നു, അതിൻ്റെ പേരിൽ പിഴ ചുമത്തി, മറ്റ് കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് FIR രജിസ്റ്റർ ചെയ്തു. ഇതൊക്കെ ആയിട്ട് പോലും കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹം, പ്രത്യേകിച്ച് ഭരണ നേതൃത്വം, അതിനെ വേണ്ടത്ര കരുതലോടെ സമീപിച്ചില്ല. ആ അപരാധം, ആ ആരോപണത്തിൽ നിന്ന് മുക്തി നേടാനാകുമോ UDF സർക്കാരിന്? അല്ല, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആ വിഷയം ആ വഴിക്ക് തിരിച്ചു കൊണ്ടുപോകലാണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം ഇതിനകത്ത് ആരോപിക്കുന്നത് ആസ്ഥാനത്താണ്, തികച്ചും തെറ്റാണ്. ഇതിപ്പോൾ ആഭ്യന്തരമന്ത്രിയുമായോ മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരു സംഘർഷത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. ആഭ്യന്തരമന്ത്രി പറഞ്ഞതിനെക്കുറിച്ചൊന്നും മുസ്ലിം ലീഗ് ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. ആഭ്യന്തരമന്ത്രി ഇതിനകത്ത് ബോധപൂർവ്വം എന്തെങ്കിലും ചെയ്തു എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും ഇതിലില്ല. ഇതിപ്പോൾ ഏത് മന്ത്രിസഭയാണെന്നുള്ളതല്ല, ഇപ്പോൾ ഈ കാര്യത്തിൽ പോലീസ് ചെയ്ത നടപടി തെറ്റാണ്. ആ തെറ്റ് പോലീസ് തിരുത്തണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ അനാഥാലയങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ വിലയിരുത്തേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 27 ലക്ഷത്തോളം തൊഴിലാളികൾ വന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ആര് കൊണ്ടുവന്നതാണ്? ഇവരൊക്കെ ഏത് രേഖ പ്രകാരം വന്നതാണ്? ഇവർക്കൊക്കെ ഇവരെ ആരെങ്കിലും വല്ല ഏജൻസും കൊണ്ടുവന്ന് സപ്ലൈ ചെയ്താണോ? എന്തിനാണ് ഇവരെ ഉപയോഗിക്കുന്നത്? ആർക്കറിയാം? അതുപോലെയാണോ ഇത്? ഇവരെ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ കാണാൻ കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ നേരത്തെ ഇപ്പോൾ ശ്രീ കുഞ്ഞു മുഹമ്മദ് സാഹിബ് പറഞ്ഞതുപോലെ ഈ 370 വകുപ്പിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ആ വകുപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള യാതൊരു ഇൻഗ്രീഡിയൻസും നിയമപരമായിട്ട് നോക്കിയാൽ ഈ കുറ്റത്തിനകത്തില്ല, ആരോപിക്കപ്പെട്ട കുറ്റത്തിനകത്തില്ല. അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മനുഷ്യക്കടത്തെന്ന ആരോപണം ഉന്നയിക്കാൻ വസ്തുതാപരമായോ നിയമപരമായോ ഒന്നും അടിസ്ഥാനമില്ലാതെ ഇരിക്കെ അത്തരമൊരു പ്രചരണം നടക്കുന്നു. അതിന് ഊർജം പകരുന്ന വിധത്തിൽ പോലീസ് സംവിധാനത്തിൽ നിന്നോ ഭരണ നേതൃത്വത്തിൻ്റെ തലത്തിൽ നിന്നോ പ്രസ്താവനകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകുന്നു. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് അത്തരമൊരു ചോദ്യം ഉണ്ടാകുന്നത്. അല്ല, അതിന് യാതൊരു കുഴപ്പമില്ല. ആ നടപടി പിൻവലിക്കണം എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. ഈ ഭരണം നടത്തുന്ന UDFന് തെറ്റ് പറ്റിയാൽ UDF ആ തെറ്റ് തിരുത്തണം. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് പറ്റിയാൽ ഞങ്ങൾ തിരുത്തും. ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണോ പോലീസിനാണോ തെറ്റ് പറ്റിയെങ്കിൽ പോലീസിനെ തിരുത്തും. അതിന് മാത്രം ശേഷിയുള്ള രാഷ്ട്രീയ നേതൃത്വം ഈ UDFനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തീർത്തും തെറ്റായൊരു നടപടിയാണ്. അതുകൊണ്ട് ആ നടപടി പിൻവലിക്കുകയും ആ തെറ്റ് തിരുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, ഈ 2000-ലേറെ വരുന്ന അനാഥാലയങ്ങളുടെ ഉടമസ്ഥന്മാരും അതിൻ്റെ നടത്തിപ്പുകാരും ഇത് സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായം പറയട്ടെ. അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്.
പ്രൊസീജിയറലായിട്ടുള്ള ഒരു ഇറഗുലാരിറ്റി വല്ലതും അന്വേഷിച്ചാലുണ്ടെങ്കിലായി. ഈ ടിക്കറ്റ് എടുത്തോ എടുത്തില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ കുറ്റകൃത്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുക്കണം. അനാഥാലയങ്ങൾ നടത്തുന്ന 2000-ലേറെ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്, ആളുകളുണ്ട്, അവരുടെ സംഘടനകളുണ്ട്, അവരുടെ പ്രസ്ഥാനമുണ്ട്, ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഉണ്ട്. അവരൊക്കെ നോക്കട്ടെ ഈ വക കാര്യങ്ങളൊക്കെ. വേറൊരു കാര്യമുണ്ട്. എന്തൊക്കെയാണെങ്കിലും കുട്ടികളെ കൊണ്ടുവരുന്നതിൽ വേണ്ടത്ര ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള സമീപനം സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നൊരു വിമർശം നിലനിൽക്കുന്നത് തന്നെയാണ്. വേണ്ടത്ര രേഖകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കളുടെ സമ്മതപത്രം ഉണ്ടായിരുന്നില്ല, എല്ലാ കുട്ടികൾക്കും ടിക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്ന വിമർശം, ടിക്കറ്റ് എടുക്കാത്തതിന് പിഴ അടയ്ക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അത്തരം അപാകങ്ങൾ അത് ഒഴിവാക്കിക്കൊണ്ട് കുറെ കൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ളൊരു പ്രവർത്തനം, അതിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നില്ലേ ഈ വിവാദം? ആരോടാ ചോദ്യം? ഓണംവിളി മുഹമ്മദ് ഫൈസി, താങ്കളോടാണ് ചോദ്യം. അല്ല, ഇതിലെ അപാകം എന്ന് പറയുന്നത് ഈ സ്ഥാപന മേധാവികളുടെ മാത്രമാണെന്ന് കരുതാൻ കഴിയില്ല. ഇതിലിപ്പോൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് കുട്ടികൾക്ക് ഈ പറയപ്പെടുന്ന എല്ലാ വേണ്ട രേഖകൾ ഉണ്ടായിരുന്നു എന്നാണ്. മറിച്ച് ഈ കുട്ടികളുടെ കൂടെ, അതായത് നേരത്തെ ഇവിടെ പഠിച്ചിരുന്ന കുട്ടികളുടെ കൂടെ വന്നിട്ടുള്ള മാതാപിതാക്കൾ, അതോടൊപ്പം തന്നെ അവരുടെ സഹോദരന്മാർ, മറ്റ് ഇത്തരം സ്ഥാപനങ്ങളുടെ നന്മയും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലുള്ള ശ്രദ്ധയൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഝാർഖണ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോന്നിട്ടുള്ള കുട്ടികൾ, അവരാണ് സത്യത്തിൽ ഈ രേഖയില്ലാതെ പോന്നിട്ടുള്ളത്. അവരെ ഈ സ്ഥാപനത്തിൻ്റെ അടുക്കൽ കിട്ടാതെ സ്ഥാപന മേധാവിക്ക് ആ വിഷയത്തിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ സാധിക്കുക? അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഒരു സാമാന്യമായൊരു സാങ്കേതിക പിഴവ് എന്ന് മാത്രമേ അതിനെ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ വലിയൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. മറ്റൊരു വിഷയം എന്താ വെച്ചാൽ, ഈ മുന്നണി സൗഹൃദത്തിൻ്റെ പേരിൽ ഒരു പക്ഷേ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ ഖാദർ സാഹിബിന് ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് അതിൻ്റെതായ പരിമിതി ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് വളരെ കൃത്യമായ ഒരു പക്ഷപാത സമീപനം തന്നെയാണ് ഈ വിഷയത്തിലെടുത്തത്. കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണം നടത്തുന്നതോടൊപ്പം തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇരുന്നിട്ട് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിന്നെ പുറത്തുപോയി അങ്ങനെ എന്തെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നടത്തണം എന്ന് പറയുന്നത് ഒരു സമൂഹത്തോടുള്ള നേരിട്ടുള്ള വെല്ലുവിളി പോലെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്ക് കാണേണ്ടി വരുന്നത്. കാരണം ഇത്തരം ഒരു സാഹചര്യം അദ്ദേഹം എന്തുദ്ദേശിച്ചു എന്നുള്ളതിനേക്കാളും പ്രധാനമാണ് ഈ ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുമ്പോൾ കേരളത്തിൻ്റെ പുറത്ത് അത്തരത്തിൽ സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ളവർക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നത് ഒരു സമൂഹത്തോടും ആ സ്ഥാപനം പ്രതിനിധീകരിക്കുന്ന സമൂഹത്തോടുള്ള ഒരു പ്രത്യേക വെല്ലുവിളി പോലെ തന്നെ ആണ് കൃത്യമായി വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. അത് അങ്ങനെ തന്നെയാണ് അതിനെ കാണുകയും ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഒരു ഭരണപരമായ വീഴ്ചയും ഭരണപരമായ അലംഭാവവും ഈ വിഷയത്തിലുണ്ടായി. കാരണം ഒരു പ്രൊസീജറലായിട്ടുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഴ്ചയെ വളരെ മോശമായി അതിൻ്റെ കാൽപ്പനികമായ ചോദ്യങ്ങളിലേക്ക്, ഇത് മനുഷ്യക്കടത്തുനിന്ന് മാത്രമല്ല തീവ്രവാദം അങ്ങനെ ബന്ധപ്പെടുത്തി ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി നേരത്തെ ഇടപെടലുകൾ നടക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഓണംവിളി മുഹമ്മദ് ഫൈസി, മുസ്ലിം ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്ന്, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് നേരത്തെയുള്ളൊരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടി അവ്യക്തതകൾ പരിഹരിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉയരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിൽ നിന്ന് ഒരല്പം കാര്യങ്ങൾ മെച്ചപ്പെടുമായിരുന്നു എന്ന തോന്നലുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് ഈ ലീഗ് മന്ത്രിമാരുടെ കാര്യം മാത്രമല്ല, അത് ഭരണരംഗത്തിരിക്കുന്ന ആരും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ, താങ്കൾ തന്നെ പറഞ്ഞ പോലെ കേരളത്തിലൊരു ആശ്രമവുമായി ബന്ധപ്പെട്ട് വളരെ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയാവുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നൊരു മർഡറാണ്, മറ്റൊന്നൊരു റേപ്പാണ്. ഇത് രണ്ടും വന്നപ്പോൾ അതിൻ്റെ ഇരകൾ തന്നെ അത് സംബന്ധിച്ച് പറയുകയും അതിൻ്റെ അനുഭവ കഥകൾ എഴുതുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മളാരും അതിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ലെങ്കിലും കേരളത്തിന് ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി, മന്ത്രിമാരുൾപ്പെടെയുള്ളവർ തേച്ചുമാച്ച് കളയാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേസമയം അത്തരത്തിൽ ഒരു ഇരയുടെ ഒരു വാക്കുപോലും ഇല്ലാത്ത യാതൊരു, നേരത്തെ പറഞ്ഞ ഈ സെക്ഷൻ 370 ബന്ധപ്പെട്ട ഒരു ഗ്രൗണ്ടും തെളിയിക്കപ്പെടാത്ത, സ്ലേവറി എന്ന് പറയുന്നതിനെക്കുറിച്ച് കേരളത്തിലെ ഒരു സാമൂഹിക മനസ്സിന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയുള്ളപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്നെ മനുഷ്യക്കടത്താണെന്നും തീവ്രവാദമാണെന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഭരണനിർവഹണ കാര്യത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുതൽ ഇത് കാര്യമായി അതിൽ ഇടപെടേണ്ടിയിരുന്നു, മൗനദീക്ഷ മാറ്റിവെച്ച് ആ വിഷയത്തിൽ പറയേണ്ടിയിരുന്നു എന്നാണ്